എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഓണത്തിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എടുത്ത വീഡിയോകൾ, അതിൻ്റെ തലേന്നൊക്കെ എടുത്ത വീഡിയോകളാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വരെയുള്ള വീഡിയോ ഇട്ടിട്ട് പിന്നെ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ചിക്കനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച്, ഇന്ന് റോജർ വരുന്ന ദിവസമാണ്, അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കാം. പിന്നെ തലേ ദിവസം വെള്ളിയാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി ഉണ്ട്. അവനെന്താ കഴിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല, ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറയൂല. അപ്പോൾ അതുകൊണ്ട് മീൻ കറിയും ചോറും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കട്ടെ. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയതും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചിക്കൻ കറിയുടെ കൂടെ ചപ്പാത്തി അങ്ങനെ കഴിക്കാം, എന്താണെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസും എടുത്ത് വെക്കും, ഇനി അത് കഴിക്കണമെങ്കിൽ അതും കഴിക്കാം. അപ്പം ഞാനില്ലേ വോയിസ് ഓവർ കൊടുക്കുന്നത് അത് രാവിലെയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ തൊണ്ടയൊക്കെ അത്ര ശരിയുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വോയിസിന് വ്യത്യാസം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും, എന്താ ചേച്ചി ഇങ്ങനെ വോയിസിൻ്റെ ഒരു വ്യത്യാസം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ നിശബ്ദമായിരിക്കുന്ന ആ ഒരു സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ തന്നെ വോയിസ് കൊടുക്കും. 5 മണി 5:30 ആ ഒരു സമയത്ത് വോയിസ് കൊടുക്കും. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനെ ആണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നൂഡിൽസാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത്, പിന്നെ അത് അവിടെ വാടണ നേരം കൊണ്ട് ഞാൻ സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണേണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത്. റോജർ സാധാരണ വരുന്നത് ബസ്സിനാണല്ലോ. അപ്പോൾ രാത്രി അവിടെ നിന്ന് കയറിയാൽ ഒരു 9 മണി 8:30 കയറിയാൽ രാവിലെ ഒരു 9 മണി, ചിലപ്പോൾ ലേറ്റ് ആയാൽ 10 മണി, ആ ഒരു സമയത്താണ് റോജർ സാധാരണ എത്തുക. ഇതുവരെയും ട്രെയിനിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ഈ വന്ദേ ഭാരത് ബുക്ക് ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടും ടിക്കറ്റൊന്നും കിട്ടാറില്ല, എപ്പോഴും ഫുള്ളായിരിക്കുള്ളൂ. നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടാകും. പക്ഷേ ഇത്തവണ റോജറിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, രണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിനാണ് വരുന്നത്. റോജർ താമസിക്കുന്ന PGയുടെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പോലും റോജറിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സിയിൽ പോയപ്പോഴാണ് ഇത് തൊട്ടടുത്താണല്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തുകൊണ്ട് എളുപ്പം ട്രെയിനിൽ പോരുന്നത് തന്നെയാണ്, പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടണം. അപ്പോൾ ഇത്തവണ എന്തായാലും കിട്ടിയിട്ടുണ്ട്, കാരണം അതിൻ്റെ ബോഗീസൊക്കെ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പപ്പ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ട്രെയിനിൻ്റെ ബോഗികൾ കൂട്ടിയെന്നൊക്കെ പപ്പ പറഞ്ഞു. അപ്പോൾ റോജറിനില്ലേ 2500 രൂപയുടെ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് 600 രൂപയ്ക്ക് കിട്ടി, കാരണം ബാങ്കിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടി. ഇവിടെ അങ്ങോട്ടുള്ളത് 2500 രൂപ, കാരണം പോയിൻറ്റ്സൊക്കെ തീർന്നല്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് 2500 രൂപ. അപ്പോൾ ഇത് ഏതായാലും 600 രൂപ കിട്ടിയതുകൊണ്ട് കുറച്ച് ലാഭകരമായിട്ട് കിട്ടിയെന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഭക്ഷണങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, അവൻ വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ, ഞാൻ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മളുടെ ഒരു അറിവിന് കൂടി വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചില രോഗാവസ്ഥയിലൂടെ പോകുന്ന ആളുകളെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവരതിൻ്റെ ചാനലൊക്കെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നാൽ അപ്പോൾ തന്നെ ചാനൽ തുടങ്ങും, എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ ചാനൽ തുടങ്ങും. അതിലൂടെ ആളുകളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കും, ഇപ്പോൾ എവിടെയാണ് എന്താണ് അവസ്ഥ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെ ചില ചാനലുകാർ ട്രീറ്റ്മെൻറ്റ് നീങ്ങി ഒത്തിരി നാളുകളാകുമ്പോൾ അവരുടെ കയ്യിലെ പൈസയൊക്കെ തീർന്നു കഴിയുമ്പോൾ അവർ പതിയെ ഇങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു കാര്യം പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ഈ ഒരു റൂഫുമ്മേൽ ഒരുപാട് മഴ പെയ്ത് പായൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയാണ് ഇത് ക്ലീൻ ചെയ്യണത്. പപ്പക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യണം നിർബന്ധമാണ്. പപ്പ അത് ക്ലീൻ ചെയ്യണത് ചെറിയൊരു പണിയല്ല കേട്ടോ ഇത്. എനിക്ക് ചിന്തിക്കാൻ വയ്യ, അത്രയും പണിയുള്ളൊരു പണിയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആളുകളെ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഒട്ടും സമ്മതിക്കില്ല. ഈ ചെറിയൊരു സ്ഥലത്ത് ക്ലീൻ ചെയ്യാൻ ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം, ഇതിനൊക്കെ എന്തിനാണ് ആളുകളെ വിളിക്കണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത്
ആരെയും കാണാതെ വെളുപ്പാങ്കാലത്തെ പുറത്തിറങ്ങി ക്ലീൻ ചെയ്യും കേട്ടോ. അങ്ങനെയാണ്, ആരും അറിയാതെ ക്ലീൻ ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യൽ തുടങ്ങിയേക്കണേണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ വലിയ അപകട സാധ്യത കുറവുള്ള ഒരു സ്ഥലം ഇതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ അപകട സാധ്യതകളുള്ള സ്ഥലത്ത് കയറി നിന്നിട്ടും ഇപ്പോൾ ഓരോന്നൊക്കെ ചെയ്യുവേ, അപ്പോൾ നമുക്ക് പേടിയാവും. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാനത് നോക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ പപ്പ അവിടെ ക്ലീൻ ചെയ്യണം, ഞാനിവിടെ പാചകങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്, സഹായം അഭ്യർത്ഥിക്കും. കാരണം അവരുടെ അവസ്ഥ വളരെ മോശമായി, ജോലിക്ക് പോകാൻ പറ്റാതെ രോഗിനെ നോക്കാൻ നിൽക്കുന്ന ആളുകളും അങ്ങനെയൊക്കെ. അപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ കയ്യിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ പൈസ വന്നില്ലേലും ഇല്ലേലും അവരുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ അവർ ഉണ്ടാക്കുന്ന സമയത്ത് അവർ കഴിക്കുന്നതൊക്കെ ചിലപ്പോൾ കാണിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻസ്, ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വീട്ടിൽ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കണേണല്ലേ എന്നൊക്കെയുള്ള കമൻസ് ഞാൻ കാണാറുണ്ട്. കാരണം അവർ ചിലപ്പോൾ ആ പൈസ ട്രീറ്റ്മെൻറ്റിന് പോലും തികഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഫുഡ് അടിക്കുന്നതും അവർ എവിടെയെങ്കിലും ഒന്ന് പോകുന്നതും കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ ചോദിക്കും, ആളുകളുടെ പൈസ എല്ലാം പിരിപ്പിച്ചെടുത്തിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ അടിച്ചുപൊളി ലൈഫാണല്ലേ, ഇങ്ങനെയുള്ള കമൻസുകൾ കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും മേടിക്കാതെ വേണം ജീവിക്കാൻ. കാരണം ഒരു പൈസ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കടമായിട്ടും അതുപോലെ സഹായമായിട്ടും ഒക്കെ മേടിച്ച് കഴിഞ്ഞാലുള്ള ഒരവസ്ഥ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റൂല. ഇതൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ജീവിക്കുക. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും. ഇപ്പോൾ വേറൊന്നും വേണ്ട, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വേണമെന്നില്ല. നമ്മൾ ആർക്കെങ്കിലും 1 രൂപ കടം കൊടുത്തെന്ന് വിചാരിച്ചോ, കടം കൊടുത്ത ആൾ നമുക്കത് പറയുന്ന സമയത്ത് തിരിച്ച് തരുന്നില്ല. അതിൻ്റെ ഡേറ്റ് കയറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മിണ്ടാതെ നടക്കുന്നു, മേടിച്ചത് അറിയാത്ത പോലെ നടക്കുന്നു. പക്ഷേ അവർ ഒരു ഹോട്ടലിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പ്രഷർ കൂടും. നമ്മളുടെ കയ്യിൽ പൈസ മേടിച്ച് വെച്ചിട്ട് അവർ ഹോട്ടലിൽ പോയി ആഘോഷമായി ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരാളുടെ സഹായം മേടിച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവിടെ പിന്നെ പേടിച്ച് വേണം ജീവിക്കാനായിട്ട്. ഒരു നല്ല ഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല, നല്ലൊരു ഡ്രസ്സ് കൊടുത്താൽ നമ്മളുടെ പൈസ തന്നില്ല, അവരിതേ നല്ല ഡ്രസ്സ് കൊടുക്കാനും മേടിക്കാനും ഒക്കെയുള്ള കഴിവ് അവർക്കുണ്ട്, നമ്മളുടെ പൈസ തന്നില്ല. ഇങ്ങനെ ഭയങ്കര പരാതികളായിരിക്കുള്ളൂ, നമുക്ക് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ 5 പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്നും മേടിക്കാതെ നമ്മൾക്ക് ഉള്ളത് വെച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി എവിടെയും നിൽക്കാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ 9 മണി പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണിയുടെ കറി ഒരു മാരിനേറ്റ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി അമരപ്പയറുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കണം. പിന്നെ ചോറ് ഞാനിന്ന് കുക്കറിലാണ് വെക്കുന്നത്, കാരണം ബിരിയാണിയാണല്ലോ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ചോറ് വളരെ കുറച്ച് മതി, റോജറിനും പപ്പക്കും വേണമെന്ന്. ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെന്നിട്ട് നോക്കണേണ്. ഇപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇത് നല്ല ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അങ്ങേ അറ്റത്തേക്കുള്ള ഭാഗങ്ങൾ ക്ലീൻ ആക്കിയിട്ടില്ല, കാരണം അതിലേക്ക് ചവിട്ടാൻ പറ്റില്ല. അത് ചിലപ്പോൾ അതിൻ്റെ അവിടെ ബലമില്ലാത്ത സ്ഥലമല്ലേ. അപ്പോൾ അതിപ്പോൾ താഴെ വന്നതിന് ശേഷം ലാഡർ വെച്ച് കയറി നിന്നിട്ട് ആ അറ്റത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ചെന്ന് ഓരോന്നിങ്ങനെ നോക്കുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പിന്നെ അരിയാനൊക്കെ നിന്നത് കേട്ടോ. അപ്പം മീൻ വറുത്തിട്ടില്ല, മീൻ കറി ഈ ഇരുമീശയുമാണ്, ഇത് അമരപ്പയറുമാണ് ചോറിന് കൊടുക്കാനായിട്ട് പപ്പൊക്കെ ഉള്ളത്. മീൻ വറുത്തതൊക്കെ തീർന്നു പോയിട്ടുണ്ട്. മീൻ പക്ഷേ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ മീൻ വറുത്തത് റോജർ ചിലപ്പോൾ കഴിക്കൂല, മിക്കവാറും മീൻ കറി ആയിരിക്കും കഴിക്കണം, അതുകൊണ്ട് ഞാൻ മീൻ വറുത്തില്ല. അങ്ങനെ ദേ പപ്പ താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലീനിങ്ങിനൊക്കെ പപ്പനെ കഴിഞ്ഞുള്ള കേട്ടോ. അത്രയും ഹാർഡ് വർക്ക് ചെയ്തതൊക്കെ ക്ലീൻ ചെയ്തിടും കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയുടെ ഫ്രണ്ട് കാണാൻ വന്നപ്പോഴേക്കും വേഗം പപ്പ അവിടെ നിർത്തി അങ്ങോട്ട് പോകണേണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്തത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ
കുറച്ച് സവാള വറുക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആ നേരത്തെ ഭാഗങ്ങളെല്ലാം ഇത് വറുക്കാനും ഉള്ളിലുള്ള കട്ടിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ അമരപ്പയറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ താളിക്കാതെ വേവിക്കുന്നത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ പപ്പ ഈ സ്റ്റൂളിലിരുന്നിട്ടാണ് ഇന്ന് കഴിച്ചത്, പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂള്. കാരണം പപ്പയുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കണേണ് ഇത്രയും വർക്ക് ചെയ്തുകൊണ്ടേ. അപ്പോൾ ആ കുഷ്യനിലേക്ക് നനവ് കയറണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റൂളിട്ടിട്ട് ഇരുന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നൂഡിൽസൊക്കെ ഞാൻ പകർത്തിയെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ പാത്രമൊക്കെ ഒന്ന് കഴുകി അത് ഒതുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ സാറ്റിന് പാത്രം കഴുകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കൊണ്ടുവന്ന് തരാം. സാറ്റിൻ്റെ അടുത്ത് ഞാനൊരിക്കലും ഒരു ജോലി വന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കൂല. എപ്പോഴും സാറ്റ് ഇങ്ങനെ ഒരു പാത്രം കഴുകാനെടുക്കുമ്പോൾ ഞാൻ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ജോലി ചെയ്തോ, പാത്രം ഞാൻ കഴിക്കോളാം, ഞാനിവിടെ നിൽക്കണല്ലേ എന്നേ പറയുള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇത് ചെയ്യുന്നു ഒരിക്കലും ഞാൻ പറയാറില്ല. ഞാനെപ്പോഴും ചിന്തിക്കുന്നതേ, എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓടി നടന്ന എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മളതിനെ നഷ്ടപ്പെടുത്താതെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ദൈവം ആരോഗ്യം തന്ന സമയത്ത് നമ്മളതിനെ വകവെക്കാതെ മടി പിടിച്ച് ഒന്നും ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ പണിക്കാരെ വെച്ചിട്ട് ജോലി ചെയ്യിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ആരോഗ്യത്തിനെ ഇല്ലാതാക്കുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ, എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ മടി പിടിച്ചൊരിക്കലും ഇരിക്കില്ല. അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും നോക്കിയിരിക്കുന്ന ആളല്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങളത് കാണുന്നതുമാണ്. അല്ലാതെ അവർ ചെയ്യാത്തത് കൊണ്ട് ഞാനത് അവിടെ ഇട്ടേക്കും എന്നുള്ളൊരു കാര്യമില്ല. അവർ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട, എനിക്ക് ദൈവം ആരോഗ്യം തന്നു, അത് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. കാരണം അനങ്ങാൻ പറ്റാതെ എന്നേലും പ്രായം കുറഞ്ഞ ആളുകൾ, എൻ്റെ പ്രായക്കാരും ഒക്കെ അനങ്ങാൻ പോലും പറ്റാത്ത അസുഖബാധിതരായിട്ടിരിക്കുന്നതും നമ്മൾക്കറിയാം. അപ്പോൾ ദൈവം ആ ഒരു കരുണ നമ്മളോട് കാണിച്ചത്, ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നുണ്ട്, എല്ലാവർക്കും ഓരോരോ ജീവിതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് തന്നേക്കുന്ന ജീവിതം, അതിലെന്താണോ കരുതി വച്ചിരിക്കുന്നത് അതിനെ കണ്ടറിഞ്ഞ് അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലം, ഒരു സമയം എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അനങ്ങാൻ പറ്റാത്ത അസുഖങ്ങൾ വേദനകളും ഒക്കെ ആയിട്ട് ഒന്നും ചെയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കഴിഞ്ഞു പോയ കാലത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സങ്കടം തോന്നരുത്. ഒരസുഖം വന്ന് നമ്മൾ 2 ദിവസം ഒന്ന് കിടന്ന് കഴിയുമ്പോഴാണ് ഓടി നടക്കുന്ന ആളുകളെ കാണുമ്പോൾ അയ്യോ എന്തൊരു ഭാഗ്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ലേ. എനിക്ക് ഓടി നടക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ തോന്നുന്നത് ഒരു കിടപ്പ് ആയ ഒരവസ്ഥ വരുമ്പോഴാണ്. അപ്പോൾ അത് ആകുന്നതിന് മുൻപേ നമ്മളുടേതായ ആരോഗ്യത്തോടു കൂടി ഓരോന്നേ ഓടി നടന്ന് ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. നല്ല സമയത്ത് നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്താതെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളുടെ ഓരോ ദിവസങ്ങളും വളരെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോയി നമുക്ക് എല്ലാം ചെയ്യാൻ സാധിച്ചെന്നുള്ള ആ ഒരു തൃപ്തി നമ്മളുടെ മനസ്സാക്ഷിയോട് നമുക്ക് കാണിക്കാൻ സാധിക്കും. ആരോട് വേണമെങ്കിലും ഞാൻ എപ്പോഴും പറയാറില്ലേ, ഫൈറ്റ് ചെയ്ത് നമുക്ക് നിൽക്കാം. പക്ഷെ നമ്മുടെ മനസ്സാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിൽ, ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ തോക്കുന്നത് നമ്മളോട് തന്നെ ആയിരിക്കുള്ളൂ എപ്പോഴും. അപ്പം നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ നോട്ടം കണ്ടല്ലേ, എന്ത് രസമാണല്ലേ അത് കാണുമ്പോൾ. ആ മുഖഭാവമൊക്കെ കണ്ട മമ്മി എന്താണ് വീഡിയോ എടുക്കണത്, അവൾക്കൊട്ടും ഇഷ്ടമല്ല അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പം മമ്മി എന്താണ് വീഡിയോ എടുക്കണത് എന്നൊക്കെയുള്ള ഒരു നോട്ടമാണത്. അയ്യോ കാണുമ്പോൾ തന്നെ കൊതി വരും. ഇപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങണേന് കേട്ടോ. അപ്പം ഞാൻ അവളുടെ ഈ മുഖം കാണുമ്പോൾ, അവൾ എൻ്റെ കൂടെ ഇങ്ങനെ കിടക്കണേ കാണുമ്പോൾ എൻ്റെ ദൈവമേ ഇപ്പം എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാനിത് കാണുമ്പോൾ എന്തോരം വിഷമിക്കും. അവളുടെ വീഡിയോകളും എല്ലാം കാണുമ്പോൾ ഞാൻ എന്തോരം വിഷമിക്കും എന്നൊക്കെ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയും കേട്ടോ. കാരണം നമ്മളുടെ കൂടെ ഇപ്പോഴും ഉള്ള ഒരാളിൻ്റെ ആ ഒരു കാര്യങ്ങൾ, ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷേ അവരെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മളിതുപോലെ വീഡിയോ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ തകർന്നു പോകും. ഇപ്പം ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഇവളുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഇവൾ തൊട്ടടുത്ത് എൻ്റെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കുഞ്ഞ് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം.
അതിൻ്റെ ഇടയ്ക്ക് മുകളിൽ കുട്ടികൾ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്യണം കേട്ടോ. ആ ക്ലീൻ ചെയ്തത് കട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ അഴുക്കാണ് കൊണ്ടുവന്നത്. കാരണം ഇവരുടെ കട്ടിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോക്സ് ടൈപ്പല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അഴുക്ക് കയറിയിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഏതായാലും അതൊക്കെ മാറ്റി ഉള്ളിൽ നിന്ന് കടിച്ചെടുത്തിട്ടാണ് അത്രയും മുടിയൊക്കെയാണ് കിട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ അതവൻ കൊണ്ടുവന്ന് കാണിച്ചാണ് മമ്മി അതിൻ്റെ ആ ഒരു പലകയെ കഴിച്ച് മാറ്റി എന്നിട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്തതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചതാണ്. അപ്പം മണി 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ മുകളിലത്തെ ഫുള്ള് എല്ലാ റൂമുകളും അവർ ക്ലീൻ ചെയ്യും. പക്ഷെ അവർ ആഴ്ചയിൽ ഒരു ദിവസവും ക്ലീൻ ചെയ്യും. പപ്പ കല്യാണം കഴിയുന്നതുവരെയും പപ്പ എല്ലാ ദിവസവും അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും തുടക്കും. കാരണം നമ്മുടെ ഇവിടെ പൊടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അധികം പൊടിയില്ല. ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും മുകളിലുള്ളതുകൊണ്ട് തന്നെ പപ്പ അങ്ങനെ അങ്ങോട്ട് അധികം കയറാറില്ല. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്ടല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ മഴക്കാലത്തായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൊടിയുള്ള സമയത്ത് അങ്ങനെ ഒരാഴ്ച വരെ ഒന്നും ഇടാൻ പറ്റുമൊന്നുമില്ല. മഴക്കാലമാണെങ്കിലും താഴെ ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും തുടക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെ തുടക്കും. വല്ല അസ്വസ്ഥതകൾ വന്നാലേ തുടക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ അധികം ഒന്നും അങ്ങനെ ആകാറില്ല. അപ്പോൾ എല്ലാ ദിവസവും തന്നെ തുടക്കും. അപ്പോൾ പപ്പയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ മുകളിൽ പോയിട്ടൊന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി കശുവണ്ടിയും മുന്തിരിയും ഇത്തിരി സവാളയും കൂടി വറുത്ത് വെക്കണം ഇത് ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് സവാള മൊത്തത്തിൽ തീർന്നു പോയി, ഒരു ദിവസമായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് സവാളയെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഇത്തിരി ഒന്ന് സല്ലാസ് ഉണ്ടാക്കാനും പിന്നെ കുറച്ച് വറുത്തിടാനും എടുത്തു. അപ്പോൾ സാധാരണ ഞാൻ ആ കറിയുടെ സവാള വറുക്കണ സമയത്ത് അതിനകത്ത് നിന്ന് മാറ്റലാണ് പതിവ്. പക്ഷേ വളരെ കുറവായിരുന്നു സവാള, അതുകൊണ്ട് അതിനകത്ത് നിന്ന് മാറ്റാൻ തോന്നിയില്ല. അപ്പോൾ ഉള്ള സവാളയുടെ അകത്ത് നിന്ന് വളരെ കുറച്ചൊന്നും എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ചെയ്യണത്. അപ്പോൾ റോജറാണെന്നുണ്ടെങ്കിൽ 2 മണിയോടുകൂടി എത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ റോജർ പറഞ്ഞ് മമ്മി ഫുഡ് ഞാൻ കഴിക്കൂലെന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രെയിനിൽ ഫുഡ് ഉണ്ട്, ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ട എന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇത്തിരി ജീരക വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് പപ്പടം റിച്ചാനും എനിക്കും പപ്പടം വലിയ ഇഷ്ടമാണ് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ. റോജറും സാറ്റിനൊന്നും കഴിക്കൂല പപ്പടം. എങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടൊക്കെ പപ്പടമൊക്കെ വറുത്ത് വെച്ച്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയിലെ ചിക്കൻ ഇത്തിരി കൂടുതൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം റോജറൊക്കെ ചിക്കൻ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കും. റോജറിനെ ജിമ്മിൻ്റെ ആ ഒരു പരിപാടിക്ക് ചിക്കൻ വെറുതെ ഇങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്ന പോലെ ഈ ബിരിയാണിൻ്റെ ചിക്കൻ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കട്ടെ. അപ്പോൾ കൂടുതൽ ചിക്കൻ വെച്ച് റൈസും ഏകദേശം കൂടുതൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ മുട്ട ഇന്നിപ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെ പൊളിക്കാതെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കൂടുതൽ മുട്ടയുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് എടുത്തിട്ട് ബാക്കി പൊളിക്കാത്തത് തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിൽ വെച്ച് അടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് കൊണ്ടുവന്ന് വെച്ച്. കാരണം നമ്മൾ നേരത്തെ ഇവിടെ കുട്ടികൾക്ക് ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മുട്ട വെച്ചിട്ട് റൈസൊക്കെ വെച്ച് കവർ ചെയ്തൊക്കെ കൊടുക്കും. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാമല്ല. കാരണം സാറ്റിനൊക്കെ വേണ്ടിയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അവർ രണ്ടുപേരും തന്നെയാണ് വിളമ്പുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുക്കുമ്പോൾ കൂടിപ്പോകുമല്ലോ. അപ്പോൾ അവർ വേണ്ടതെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിളമ്പാറില്ല. റിച്ചാർഡ് ഇപ്പോൾ വണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഫുഡാണ് കഴിക്കണത്. അപ്പം ഞാനാണ് വിളമ്പണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വിളമ്പി പോകും, അവനത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സാറ്റിന് ആകുമ്പോഴത്തേക്കും അത് നോക്കി വിളമ്പും, അല്ലെങ്കിൽ അവൻ തന്നെ വിളമ്പും, അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവർക്ക് വേണ്ടത് ഒക്കെ എടുത്ത് പിന്നെ അതേ മുട്ടയൊക്കെ പീൽ ചെയ്തെടുത്ത് അപ്പോഴേക്കും ഞാൻ പപ്പക്ക് മുട്ട വേണമെന്ന് വെച്ചപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റോജറും എത്തി. തുറന്നിട്ടേക്കണല്ലേ? ആരാണ് വന്ന? ആരാണ് തുറന്നു കൊടുക്കുന്ന? തുറന്നു കൊടുക്കാൻ പറയണേ. ചേട്ടൻ വന്നു. കൊച്ചു ബാംഗ്ലൂരായിരുന്നടാ. കൊച്ചു ബാംഗ്ലൂരായിരുന്നു. ഇപ്പം വന്നതേ ഉള്ളതേ പെട്ടിയൊക്കെ എടുത്ത്. കൊച്ചുപെട്ടി കൊച്ചിനെ അവിടെ ഇരുത്ത്, കൊച്ചു പെട്ടിമേൽ ഇരുത്ത്. എൻ്റെ കൊച്ചിനെ ഉന്തിക്കോ.
ചാടരുത് ചാടരുതട ചാടി നീ അത് തടഞ്ഞാൽ മതിയായിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ കാലുകൊണ്ട് തടഞ്ഞാൽ മതിയായിരുന്നപ്പോൾ എന്തോ തെന്നിപ്പോയല്ലേ അത് തന്നെ എവിടെ പോയിച്ചു ചോദിക്കങ്ങട് എങ്ങനെ ഉണ്ടായിരുന്നു ഫീൽഡിൽ വന്നാ ആണല്ലേ ഇവിടെ ട്രാക്കായിരുന്ന ആള് അതാണ് ചോദിച്ചോണ്ടിരിക്കണത് അതെ അപ്പോൾ റോജർ പപ്പട കാര്യം പറയണമായിരുന്നു കാരണം ഇത് വന്ദേ ഭാരതിലാണ് വന്നതെന്ന് പറയുമ്പോൾ തന്നെ പപ്പ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്പ അങ്ങനെയാണ് ഇപ്പോൾ റയൻ്റെ ഷിപ്പ് റിച്ചാൻ്റെ ഷിപ്പ് എല്ലാം ട്രാക്ക് ചെയ്ത് അവരിപ്പോൾ എന്താണ് എവിടെയാണ് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു അപകടം നടന്നാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പപ്പ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് റോജർ പറഞ്ഞത് എനിക്കറിയാമായിരുന്നു പപ്പ പിന്നെ അത് നോക്കിയിരുന്നോളും. വണ്ടി ചില സമയത്ത് വണ്ടി ഏതാണെന്ന് പറയാതെ ഇവർ വരും കാരണം പപ്പ റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ ഇത് ട്രാക്ക് ചെയ്തിരിക്കുമല്ല എന്ന് വിചാരിച്ചിട്ട്. പ്രശ്നമാണ് ടിക്കറ്റിൻ്റെ കൂടെയാണോ ആണല്ലേ ഫുഡ് തന്നെ അത്ര ഉണ്ടാവും. കാറ് വാങ്ങണം വിചാരിച്ചു പക്ഷേ മഴയത്ത് പെട്ടുപോയി. ഞാൻ അവിടെ പോയായിരുന്നു എഞ്ചിനോടി പോയായിരുന്നു മഴയിൽ പോയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കണേണ് അവനോട് കാർ മേടിച്ചത്. ഞാൻ പിന്നെ നിന്നെ കാർ മേടിക്കൂലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ സാറ്റിനെ വർക്കിൽ വായിരുന്നു റിച്ചാർഡ് ഗെയിം കളിച്ചോണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അവർ മുകളിലായിരുന്നു. അങ്ങനെ ഇവൻ വന്നപ്പോൾ രണ്ടാളോടി താഴെ വന്നതാണ് കേട്ടോ. അപ്പോൾ റോജറിന് ബിരിയാണിയൊന്നും വേണ്ട, എനിക്ക് എന്താ ഇവിടെ കഴിക്കാനുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിരിയാണി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്, ചോറും മീൻ കറിയും ഉണ്ട് എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്കന്ന് ചോറും മീൻ കറിയും മതി. അതാണ് അവിടെ അധികം കിട്ടാത്തത്. അപ്പോൾ എനിക്ക് അതും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറും മീൻ കറിയും എടുത്ത് വെച്ച്. അത് പറഞ്ഞ് വളരെ കുറച്ച് കഴിക്കുള്ളൂ കാരണം അവിടെ നിന്ന് ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് അവൻ ഈ വന്ദേ ഭാരതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫുഡ് കഴിച്ചിട്ടുണ്ട് എങ്കിലും മീൻ കറി കാണുമ്പോൾ ഒരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ മീൻ കറിയും ചോറും വളരെ കുറച്ചിട്ട് അത് കഴിച്ച്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ റൂബി കുഞ്ഞിപ്പിള്ളായിട്ടേ ഒട്ടും ഫുഡ് കഴിക്കണേ ഇല്ല. ചില ദിവസങ്ങളിൽ ഒട്ടും കഴിക്കണില്ല. അതായത് അവളുടെ ഒരു ഞാൻ പറയാറുണ്ടല്ലോ ഫേക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു സംഭവത്തിലാണ് അവൾ കഴിക്കാത്തത്. അപ്പം ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് റോജർ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പല തവണ കൊടുക്കാൻ ഇത് ട്രൈ ചെയ്യും, കഴിക്കാതെ ആകുമ്പോൾ പോയിട്ട് കൈ കഴുകി ഞാൻ പിന്നെ ദേഷ്യം കയറി ഞാൻ എൻ്റെ വഴിക്ക് പോകും. എപ്പോഴും അങ്ങനെയാണ്. കാരണം നമുക്ക് ഒരുപാട് ജോലികൾ കിടക്കുമ്പോഴാണ് ഇവളിങ്ങനെ കഴിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ടൈം അങ്ങോട്ട് പോകും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ പറഞ്ഞ് ഇങ്ങോട്ട് താ മമ്മി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പതിയെ കൊടുത്തിട്ടാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ അവന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 2 ദിവസത്തേക്കുള്ള ചപ്പാത്തി മാത്രം ഉണ്ടാക്കി കേട്ടോ. കാരണം അടുത്ത ദിവസം സൺഡേ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് റോജർ ശനിയാഴ്ച തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് പോകണം. അപ്പോൾ ഇനി വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ. കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമ്മൾ ക്ഷീണമായിട്ടൊക്കെ ആയിരിക്കുള്ളൂ വരണത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് 2 ദിവസത്തെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയൊക്കെ വെച്ച് പിന്നെ ചിക്കൻ കറി ഒക്കെ എടുത്ത് ചൂടാക്കി റോജറിന് രാത്രി ഫുഡ് കൊടുത്തു. കാരണം റോജർ ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കുകയുള്ളൂ. അപ്പോൾ ബിരിയാണി ഭൂരിഭാഗവും ഫ്രിഡ്ജിലെടുത്ത് ഞാൻ വെച്ച് ബാക്കി ഇപ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. കാരണം കുട്ടികൾ വരുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ അത്രയും നേരം ആ ബിരിയാണി എല്ലാം ഒന്നിച്ച് പുറത്തിരുന്ന് കേടാകണ്ടല്ലോ. അപ്പോൾ അധികം ഉള്ളതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പാത്രങ്ങളെല്ലാം ഒഴിവാക്കി കഴുകിയൊക്കെ വെക്കണം. അപ്പോൾ ഇന്ന് ഈ ബിരിയാണിയുടെ പാത്രമൊക്കെ എനിക്ക് സാറ്റിനെ കഴുകി തന്നായിരുന്നു കേട്ടോ. കാരണം ചെറിയ പാത്രങ്ങൾ കംപ്ലീറ്റ് ഞാൻ കഴുകി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരിതിനകത്തുനിന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്കിതെടുത്ത് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2 ഞാനതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് രണ്ടാളും വേണ്ടതൊക്കെ എടുത്ത് അപ്പോഴേക്കും ഞാൻ കിച്ചണിൻ്റെ തുടക്കലും ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇപ്പം നമ്മളിവിടെ 4 ചെയർ മാത്രമേ ഇടുള്ളൂ. 2 ചെയർ അവിടെ
സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടില്ലേ ആ 6 ചെയറിലും കൂടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളിരുന്ന് ഭയങ്കരമായിട്ട് കൈ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് 4 പേര് വിശാലമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റെയർ ഇവിടെ ആയിരുന്നില്ല പ്ലാനിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് സ്റ്റെയർ ഇങ്ങോട്ടേക്ക് മാറ്റിയതുകൊണ്ട് നമ്മുടെ ഈ ഡൈനിങ് ഏരിയയുടെ സ്ഥലം പോയി. അങ്ങനെ കുറച്ച് പോരായ്മകൾ നമ്മുടെ വീട് പണിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പപ്പ വേഗം കഴിച്ച് കഴിഞ്ഞേക്കാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്കും കൂടി ഇരിക്കാനുള്ളൊരു സ്ഥലം ആക്കി തന്നെയാണ് പപ്പ. അപ്പം നിങ്ങൾ 4 പേരും കൂടി സന്തോഷമായിട്ട് ഇരുന്നിട്ട് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പപ്പ വേഗം തന്നെ കഴിച്ചിട്ട് എഴുന്നേക്കണേണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി, നമുക്ക് എത്ര ഒതുക്കിയാലും തീരൂലല്ലോ, കിച്ചണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുട്ടികളോട് കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.